ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് യശ്വന്ത്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു പുതുപുത്തൻ യാത്ര തുടങ്ങുകയാണ്. നാട്ടിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ ഓൾറെഡി 2-3 വീഡിയോസ് കണ്ടിട്ടാണ് നമ്മുടെ ഷിർഡി സീരീസിൽ നിന്ന്. ഷിർഡിയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് യശ്വന്ത്പൂർ വന്നിറങ്ങിയത്. ഇപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകാം. അപ്പോൾ ഏത് ട്രെയിനാണ് ഏതാണെന്നുള്ളതൊക്കെ പറയാം. ഇതാണ് യശ്വന്ത്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഡിസൈനാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 6 എൻട്രൻസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 പുതിയ എൻട്രൻസ് വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 ആയിരുന്നു പഴയ എൻട്രൻസ്. അത് പൊളിച്ചു വന്നാൽ ഇപ്പോൾ പുതിയ എൻട്രൻസ് വരികയാണ്. ഇത് പ്ലാറ്റ്ഫോം 6 എൻട്രൻസ്. അടിപൊളി എൻട്രൻസ് ആണ് ഇവിടെ. അപ്പുറത്തായിട്ട് ഒരു ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട്. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഒരു എൻട്രൻസ്. ഈ എൻട്രൻസിലും ഭക്ഷണമൊക്കെ കിട്ടും. നമുക്കെന്നാൽ സ്റ്റേഷനുള്ളിലേക്ക് പോകാം. ഇതാണ് സ്റ്റേഷനുള്ളിലേക്ക് കയറിയുള്ള അവസ്ഥ. അവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. ഇവിടെ തൊട്ടിപ്പുറത്തായിട്ടൊരു ജനാഹാറുണ്ട്. നമുക്ക് ഈ ജനാഹാറിന് ലഞ്ച് മേടിച്ചിട്ടാം. സമയം ഇപ്പോൾ 2:30-2:45 ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ലഞ്ച് പാർസൽ മേടിച്ചുകൊണ്ട് നമുക്ക് പോവാം. നമ്മുടെ ട്രെയിനിനെ പറ്റി അനൗൺസ്മെൻറ്റ് ഇതിൽ ഡിസ്പ്ലേസിലൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. പ്ലാറ്റ്ഫോം നമ്പർ 6 തന്നെ ആയിരിക്കും പറയുന്നതായിട്ടുണ്ട്. അവിടെ നിന്ന് നിൽക്കുക. ഒന്നും ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പോൾ സമയം ഇപ്പോൾ 2:54 നമ്മുടെ വണ്ടി ഇവിടുന്ന് 3:20 പോകണമാണ്. അപ്പോൾ ഇതിൻ്റെ റേക്കും വന്നിട്ടില്ല, അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 6 ഫൈനലി ഇതാ നമ്മുടെ റേക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. ഒരു ആൽക്കോ നമ്മുടെ റേക്കിന് ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ ആടിയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പം നമ്മുടെ വണ്ടി ഏതാണെന്നല്ലേ? യശ്വന്ത്പൂർ കൊച്ചുവേളി AC എക്സ്പ്രസ് ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതാണ് കോച്ച് B3 ഹംസഫർ കോച്ചാണ്. 199489C. ജസ്റ്റ് ഡോർ തുറന്നല്ലോ, അതോട് കയറി. ഇപ്പോൾ MCF ബിൽറ്റാണ്. ഡിസംബർ 2019 ബിൽഡ് ചെയ്ത കോച്ചാണ്. സദേൺ റെയിലേക്ക് മാർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ അത് SWRൻ്റെ. റേക്ക് കൊണ്ടുവരാൻ വൈകിയതുകൊണ്ട് നമുക്കിനി ഒരുപാട് സമയമൊന്നുമില്ല. 3:07 കഴിഞ്ഞ് 3:20 പോകും. ഒരു 13 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ടിൽ പോയി ലോക്ക് നോക്കി കിട്ടാനും ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ B3 ആയിരുന്നല്ലോ. വളരെ യുണീക്കായിട്ടുള്ള കോച്ച് പൊസിഷനാണ് ഇതിൻ്റെ. 16 AC3 ടയർ ഉണ്ട്. ഒരു ഫസ്റ്റ് AC-യും ഒരു സെക്കൻഡ് AC-യും ഒരു പാൻട്രി കാറും. അപ്പോൾ 16-3 19, 2 ജനറേറ്റർ, 21 കോച്ചാണ് ഇതിൻ്റെ ലോഡ്. പിന്നെ പാൻട്രി കാറുണ്ട്. പാൻട്രി കാർ ഫങ്ഷണലുമാണ്. അപ്പോൾ അത്താഴം ഇന്ന് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ലഞ്ച് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ ജനാഹാരം മേടിച്ചിട്ടുണ്ട് ലഞ്ച്. അതും കഴിക്കാം. നമുക്ക് ഫ്രണ്ടിൽ പോയി ലോക്കോ നോക്കിയിട്ട് തിരിച്ചു പോകാം. ഇതാണ് നമ്മുടെ ലോക്കോ 37356 ഇറ്റാർസിയുടെ വാപ്സൺ. ഇതാണ് ഇന്ന് നമ്മളെ വഹിക്കാൻ പോകുന്നത്. നമ്മൾ തൃശ്ശൂർക്കാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. തൃശ്ശൂർ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് രാജ്യറാണിക്ക് കയറി അങ്ങാടിക്ക് പുറത്ത് പോകണം പ്ലാൻ. അപ്പോൾ ലോക്കോ ഇപ്പോൾ ജസ്റ്റ് എനർജൈസ് ആയ സ്ഥിതിക്ക് ഇനി അവർ മറ്റൊക്കെ ഷട്ട് ഡൗൺ ചെയ്യും. EOG ഷട്ട് ഡൗൺ ചെയ്യും. DLW വാരണാസി പണിത ലോക്കോ ആണ്. മാർച്ച് 2020 DRC എന്നങ്ങനെ ട്രാൻസ്ഫർ ആയ ലോക്കോ ആയിരുന്നു. ഇപ്പോൾ ഇറ്റാർസിയുടെ കയ്യിലാണ്. തൊട്ടിപ്പുറത്തും ഒരു വാഗണൈൻ കിടക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോച്ചിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാണ്. യശ്വന്ത്പൂർ കൊച്ചുവേളി AC സൂപ്പർ ഫാസ്റ്റ്. ഇതേ റേക്ക് ഉപയോഗിച്ച് അവർ ഡൽഹി സരായ് രോഹില്ല ടു യശ്വന്ത്പൂർ ദുരന്തോ എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ സെക്കൻഡ് പാർട്ടായി യശ്വന്ത്പൂർ കൊച്ചുവേളിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു ഹോണിൽ കിട്ടും. നമ്മുടെ ആണോ നല്ലത്. സമയം 3:32 നമ്മളല്ല, നമ്മൾ തേച്ചു. 3:20 പോകേണ്ട നമ്മളെ തേച്ചിട്ട് 3:30 പോകേണ്ട യശ്വന്ത്പൂർ ചിക്മഗളൂരു എക്സ്പ്രസ് ആണ്. സേലമല്ല, അത് ചിക്മഗളൂരു എക്സ്പ്രസ് ആയിരുന്നത്. അതിറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇവൻ പുറത്ത് പോയി അഡ്വാൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഉറപ്പിടാൻ പറ്റില്ലല്ലോ. നല്ല തേപ്പായി പോയി. അപ്പോൾ അങ്ങനെ ചിക്മഗളൂർ ഇറങ്ങിപ്പോയി. നമ്മളിപ്പോഴും കാത്തു നിൽക്കുന്നുള്ളൂ. അവിടെ താന്ന് കിടക്കുന്ന സൈഡിങ് ലൈനാണ്. അവിടെ കിടക്കുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്. അങ്ങനെ ഫൈനലി നമ്മൾ പുറപ്പെടുക.
അങ്ങനെ നമ്മൾ നല്ലൊരു ജെർക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്തു. സമയം 3:39. അപ്പോൾ വണ്ടി 19 മിനിറ്റ് ലേറ്റാണ്. ഇതാണ് സ്റ്റേഷൻ എക്സിറ്റ്. അപ്പുറത്തായിട്ട് ജന്നാഹാർ ഉണ്ട്. അവിടെയാണ് ഫുഡ് മേടിച്ചാൽ. ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി കഴിക്കണം പോയിട്ട്. പിന്നെ അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അതിനപ്പുറത്തായിട്ടൊരു സാധാരണ വെയിറ്റിംഗ് റൂമുണ്ട്, അതായത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള നോർമൽ വെയിറ്റിംഗ് റൂം. അത് കഴിഞ്ഞാൽ റിട്ടയറിംഗ് റൂമുണ്ട്. അത് കഴിഞ്ഞാൽ AC വെയിറ്റിംഗ് റൂമുണ്ട്. AC വെയിറ്റിംഗ് റൂമിൻ്റെ റെൻ്റ് അവിടെ എഴുതിയിട്ടില്ല എത്രയാണുള്ളത്. ഇതാണ് യശ്വന്ത്പൂർ സ്റ്റേഷൻ. നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോം 4-ഉം 5-ഉം 4-ഉമാണ്. അതിനപ്പുറത്ത് ഒന്ന് താഴ്ന്നിട്ട് അതായത് യാതൊരു സ്ലോപ്പിലാണ്. അപ്പോൾ സ്ലോപ്പിൻ്റെ താഴെയായിട്ടാണ് പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3 വരുന്നത്. ഇത് കുറച്ച് നേരം നമ്മുടെ റേക്കിനെ ഷണ്ട് ചെയ്തായ ലോക്കാണ് 14056 WDM 3A. ഒരു കാലത്ത് റൂട്ടുകൾ ഭരിച്ചിരുന്ന ലോക്കോസ് ആയിരുന്നു. ഇപ്പോൾ ഷണ്ടിങ് മാത്രമേ ഉള്ളൂ പണി. മീൻവെൽ നമ്മൾ ജസ്റ്റ് യാർഡിലോട്ട് കയറാൻ പോവാണ്. ആ കാണുന്ന ഷെഡാണ് ഇവിടുത്തെ കോച്ചിങ് ഡിപ്പോ. നമുക്ക് ലൈൻ കാണുന്ന എക്സ്ട്രീം റൈറ്റിലേക്ക് പോകണം. നമുക്ക് അബ്ദുൽ കലാംജിയുടെ ഒരു പ്രതിമ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ഈ കോച്ചിങ് ഡിപ്പോയിലത്തെ സ്റ്റാഫ് തന്നെ കോച്ചിങ് ഡിപ്പോയിലുള്ള മെറ്റൽ പാർട്സും അതിൻ്റെ പീസസും വെച്ച് ഉണ്ടാക്കിയതാണ്. വളരെ നല്ല ക്രിയേഷനാണത്. എക്സ്ട്രീം റൈറ്റ് ലൈനിലേക്ക് നമുക്ക് കയറണം. എക്സ്ട്രീം റൈറ്റ് ലൈനിൽ അഡ്വാൻസ്ഡ് മഞ്ഞ കാണാം നമുക്ക്, വിത്ത് റൈറ്റ് സൈഡ് മിക്കി. അത് നമുക്കുള്ളതാണത്. WDP 40496 കൃഷ്ണരാജപുരത്തിൻ്റെ. ആ കിടക്കുന്ന യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥിൻ്റെ റേക്കാണ്. നമ്മളൊരു ട്രിപ്പ് പെൻഡിങ് വെച്ചിരിക്കുന്ന ട്രെയിനാണത്. നമ്മൾ വീണ്ടും ലൈൻ സ്വിച്ച് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ കയറിയതാണ് യശ്വന്ത്പൂർ സേലം റെയിൽവേ ലൈൻ. ഈ ലെഫ്റ്റിലത്തെ ലൈന് യശ്വന്ത്പൂരിൽ നിന്ന് യലഹങ്കയിലേക്ക് പോകുന്ന ലൈനാണ്. പിന്നെ ഏറ്റവും ലെഫ്റ്റുള്ളത് ഹുബ്ലി ലൈനാണ്. നമ്മളതിനാണ് കഴിഞ്ഞ ട്രിപ്പിൽ പോയത് വന്നതൊക്കെ. ഇപ്പുറത്ത് നല്ല അസൽ കർവാണ്. ഇവിടെ ഡബിളിങ്ങിൻ്റെ വർക്കാണ്. റൈറ്റ് സൈഡിലുള്ളത് ഹൊസൂർ ലൈനിൻ്റെ ഡബിളിങ്ങിൻ്റെ വർക്കാണ്.
പിന്നെ അപ്പുറത്ത് കൂടെ ഫ്ലൈറ്റ് പോകുന്ന കാണാം ബൈപ്പാസ് ലൈൻ വഴി. അതായിരുന്നു ബൈപ്പാസ് ലൈൻ വഴി കാർ കാരിയർ ട്രെയിൻ പോകുന്ന കാണാം. അതങ്ങ് കയറിപ്പോയി. അത് യശ്വന്ത്പൂർ ബൈപ്പാസ് ലൈനാണ്. ഒരുപാട് കാലമായിട്ട് പെൻഡിങ് കിടക്കുന്ന ലൈനുകളിലൊന്നാണ് ഈ ബൈപ്പാസ് ലൈനും. പഴയ ലോട്ടേക്കോളഹള്ളി ക്യാബിൻ. ഈ പാലം കഴിഞ്ഞുകൊണ്ട് കാണുന്നതാണ് ലോട്ടേക്കോളഹള്ളി സ്റ്റേഷൻ. ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് അങ്ങ് തിരിഞ്ഞ് കയറി സേലം ലൈനോട് ജോയിൻ ചെയ്യും. അല്ലേ പ്ലാറ്റ്ഫോമിന് നടുക്കായിട്ട് പോയിൻറ്റ്സ് വരുന്നുണ്ടോ. ഇത് ശരിക്കും ഒരു ഹോൾട്ട് സ്റ്റേഷൻ ആയിരുന്നു പണ്ട്. ഇവിടെ ഇതുണ്ടായിരുന്നില്ല, ബ്ലോക്ക് സെക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഹോൾട്ട് സ്റ്റേഷൻ ആയിരുന്നു ഇത്. പിന്നെ എനിക്കൊന്ന് യലഹങ്ക ഡബ്ലിങ് ചെയ്തപ്പോൾ അവർ ഇതിനെയും കൂടി അങ്ങ് ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഹോൾട്ട് സ്റ്റേഷനാക്കി കൺവേർട്ട് ചെയ്ത് തന്നു. അല്ല, ക്രോസിംഗ് സ്റ്റേഷനാക്കി കൺവേർട്ട് ചെയ്തു. എനിക്ക് ശരിക്കും അറിയില്ല എക്സാക്ട്ലി. അവിടെ സ്റ്റേഷൻ മാസ്റ്റർ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടൊരു സിഗ്നൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പ്ലാറ്റ്ഫോം നീണ്ടു വന്ന് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഗുലുമാല് ലേ ഔട്ടാണ് ഇതിൻ്റെ. ഇവിടെ പണ്ട് SM ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഐ എം ഷുവർ. ഹെബ്ബാൾ ലൈനിൽ 15 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹെബ്ബാൾ ലൈനിലോട്ട് കയറുകയാണിപ്പോൾ. ഈ നേരെ പോകുന്ന ലൈന് യലഹങ്കയിലേക്കാണ് പോവുക. ഇവിടെ നേരെ യലഹങ്ക പോയിട്ട് യലഹങ്കയിൽ നിന്ന് ടുവേർഡ്സ് ധർമാവരം, ഗുണ്ടക്കൽ, ഹൈദരാബാദ് അല്ലെങ്കിൽ ബോംബെ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന ലൈനാണത്. ഹെവി വളമാണ്. ഇതാണ് ലഞ്ച്. നമ്മൾ ജസ്റ്റ് ബാനസവാടിയിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹെബ്ബാൾ പാസ്സായത്. ഹെബ്ബാളിനെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചായിരുന്നു, ബാനസവാടിയും കാണിച്ചായിരുന്നു. പക്ഷേ ബാനസവാടി അങ്ങോട്ടുള്ള റൂട്ട് നമുക്ക് പുതിയതാണ്. ബാംഗ്ലൂരിൻ്റെ തന്നെ മോസ്റ്റ് ക്രൗഡഡ് ആൻഡ് ഫിൽത്തിയസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ചില റീജൻസാണ്. അതാണ് ബാനസവാടി ഹോം സിഗ്നൽ. ബാനസവാടി ഹോം സിഗ്നൽ നമുക്കത് ആ ലൂപ്പിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പില്ല അവിടെ.
അപ്പോൾ അതങ്ങ് ദൂരെ കാണുന്നതാണ് ബാനസവാടി സ്റ്റേഷൻ. മെയിൻ ലൈനിൽ ഒരു ഫ്രൈറ്റർ വന്നിട്ടുണ്ട്. നമ്മൾ ലൂപ്പ് വഴി കയറുന്നേ ഉള്ളൂ, നമുക്ക് സ്റ്റോപ്പില്ല. ഇനി അൺസ്കെഡ്യൂൾഡായിട്ട് നിർത്തുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാജിപ്പേട്ടിൻ്റെ WDG4D 70654 കൂടെ 70111 MTs ആണ്. JSWൻ്റെ മറ്റേ സ്റ്റീൽ കോയിൽ കൊണ്ടുവന്ന റേക്കാണ്. ഈ റേക്ക് കോയിൽ ലോഡായിട്ട് നമ്മൾ കണ്ടായിരുന്നു നേരത്തെ, പഴയ 1-2 വീഡിയോ മുമ്പ്. മീൻവൈൽ നമ്മളത് ജസ്റ്റ് ബാനസവാടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇപ്പോഴത്തെ അമൃത് ഭാരത് സ്കീമിൻ്റെ ആണെന്ന് തോന്നുന്നു ലെവലിങ്. അതിന് ഡബിളിങ്ങിനോട് റിലേറ്റഡ് ആയിട്ട് പ്ലാറ്റ്ഫോം ഷിഫ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മിക്കവാറും സേലം ട്രെയിനിന് വേണ്ടിയായിരിക്കും. യശ്വന്ത്പൂർ സേലം എക്സ്പ്രസ് വരാണ്ട് ഇത് കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു ട്വിൻ G9s NMG റേക്കായിരുന്നു. വിജയവാഡയുടെ G9s ആയിരുന്നു. അവരപ്പുറത്തെ ലൂപ്പ് ലൈൻ കിടപ്പുണ്ട്. നമ്മളങ്ങനെ ബാനസവാടി സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. നമ്മുടെ ട്രെയിന് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇത് തിരിച്ചിനി മെയിൻ ലൈനിലോട്ട് കയറില്ല. കണ്ടോ, നമ്മൾ ഈ ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള, ഈ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് ബയ്യപ്പനഹള്ളിയിലേക്ക്, ഹൊസൂരിലേക്ക് പോകുന്ന ലൈന്. ബയ്യപ്പനഹള്ളി അല്ല, ഹൊസൂർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഈ തൊട്ട് ഇടതുവശത്തുള്ള ലൈന് ചന്നസാന്ദ്ര ഓക്സിലറി ക്യാബിൻ വഴി നേരെ ഹൊസൂരിലേക്ക് പോകും. ആ ലൈൻ ഞാൻ കുറച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചന്നസാന്ദ്ര ഓക്സിലറി പാനലിൽ താഴെ കൂടെ നമ്മൾ പോകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ലൈൻ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലത്തെ ലൈൻ പിടിച്ച് നമ്മൾ നേരെ SMVT ഇല്ലേ, സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബാംഗ്ലൂർ, അതിൻ്റെ സൈഡിൽ കൂടെ ഓടി നമ്മൾ നേരെ ബയ്യപ്പനഹള്ളി കയറണം. നമ്മൾ റൈറ്റിലോട്ട് തിരിയണം. ഉറുമ്പ് ഇതാവുന്ന പോലെയാണ്, പതുക്കെയാണ് പോകുന്നത്. ഇത്ര മോശം പോയിന്റ്സ് ആണ് ഇവിടുത്തെ. അപ്പോൾ അതാ നേരെ പോകുന്ന ലൈന്, ഈ പോകുന്ന ലൈനില്ലേ, ഈ നേരെ പോകുന്ന ലൈന് നേരെ ഹൊസൂറിലേക്ക് പോകും. ഓക്കെ, അത് ഓക്സിലറി പാനൽ കടന്ന് നേരെ ഹൊസൂറിലേക്ക് പോകും. ഈ ലൈൻ, ഈ തൊട്ടുള്ള ഈ ലൈന് ബാനസവാടി മെമു ഷെഡിലേക്ക് പോകും. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ SMVTയുടെ അങ്ങോട്ടുള്ള ലൈനിലേക്ക് പോകണം.
ഇതാണ് മെമു ഷെഡ് ബാനസവാടി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കയ്യിൽ നിലവിലുള്ള എല്ലാ മെമൂസും ഇവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തത് ഇത് RCF ബിൽട്ടാണ്. RCF ബിൽട്ട് 3 ഫേസ് മെമു ആണ് ഈ കാണുന്നത്. RCF ബിൽട്ട് 3 ഫേസ് മെമു 238484 വളരെ പുത്തനാണ്. ഒരു കമ്മീഷൻ പോലും ചെയ്തിട്ടില്ല ഇത്. നമുക്കൊന്ന് പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഈ കാണുന്നതാണ് SMVT, സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബംഗളൂരു. നമ്മളിതിനെ തൊടാണ്ട് ഇതിൻ്റെ ഔട്ടർ കൂടെ ഇങ്ങനെ തൊട്ടില്ലാന്ന് കറങ്ങി അങ്ങ് ഇറങ്ങിപ്പോവും. നല്ല ഗ്രാൻഡാണ്, വലിയ ടെർമിനസാണ്. പക്ഷെ ഇങ്ങോട്ടും കണക്ടിവിറ്റി വളരെ മോശമാണ് നിലവിൽ. ബസ്സുകളുണ്ട്, പക്ഷേ മെട്രോ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. അത് അത്യാവശ്യം പ്ലാനിങ് ഫേസിൽ തന്നെ എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെട്രോ ലൈനിൽ ഒന്നും ഇങ്ങോട്ട് വന്നേനെ. ഫൈനലി നമ്മൾ സ്പീഡ് പിടിച്ചു തുടങ്ങി. ഈ കാണുന്നതാണ് പിറ്റ് ലൈനുകൾ. 1, 2, 3 പിറ്റ് ലൈൻ കാണാൻ എനിക്ക്. നമ്മുടെ യശ്വന്ത്പൂർ, കണ്ണൂർ ഒക്കെ ഇങ്ങോട്ട് മാറ്റുന്ന ഇടയ്ക്ക് ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വേണ്ടെന്ന് വെച്ചെന്ന് തോന്നുന്നു. വേണ്ടെന്ന് വെച്ചെങ്കിൽ സന്തോഷം. ഇപ്പോൾ അവിടെ കിടക്കുന്ന ഗുവാഹട്ടി SMVT ബാംഗ്ലൂരിൻ്റെ റേക്കാണ്. സെക്കൻഡറി മെയിൻ്റനൻസ്. ഇപ്പുറത്തുള്ളത് പാർസൽ വാനാണ്. അല്ലാണ്ട് ഇവിടെ എന്തോ പണി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ലാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റേബിളിംഗ് ലൈനാണുള്ളത്. അതിൽ കുറേ കൾച്ചർ കാണാം. SMVT മുരുടേശ്വറിൻ്റെ റേക്കാണ്. ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തൊക്കെ ഏതൊക്കെ റേക്ക് സ്റ്റേബിൾ ചെയ്തിരിക്കുകയാണ്. ഒരു സ്റ്റേബിളിംഗ് ലൈനാണ്. ജസ്റ്റ് സ്റ്റേബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെ കണ്ടേ ഫസ്റ്റ് സൈസിൽ ഗ്ലാസ് പൊട്ടി കിടക്കുക. 2-3 ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ഇപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഷണ്ടിങ് ആണ്. മിക്കവാറും പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ തന്നെ ഷണ്ട് ഇടാൻ പോയിരിക്കും. അതിന് വേണ്ടിയാണ് തോന്നുന്നത് അടുത്തോണ്ട് വന്നു പുറത്തോട്ട്. ഇവിടെ ബോർഡ് മര്യാദയ്ക്ക് SMVT ബാംഗ്ലൂർ മുരുടേശ്വർ എന്ന് ബോർഡ് വന്നു കഴിഞ്ഞു. അന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മുരുടേശ്വർ എന്നുള്ള പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ബോർഡ് വന്നു അതിന് ആക്കിയത്. അപ്പോൾ അവൻ അങ്ങോട്ട് ടുവേർഡ്സ് SBC ലൈനിലോട്ട് പോയി. ഷണ്ടിങ്ങിന് വേണ്ടിയാണ്. അതിന് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് ഷണ്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കയറ്റി വരും. നമ്മൾ ബയ്യപ്പനഹള്ളി ലൈനിലോട്ട് ജോയിൻ ചെയ്യാൻ പോകണം.
ഏറ്റവും വലത്തെ ലൈൻ വഴി നമ്മൾ പുറത്തിറങ്ങി പോകുന്നത്. എന്ത് സംഭവം, ഈ അടുത്തുള്ള ലൈനുകളൊന്നും കണക്റ്റഡ് അല്ലേ ആവും. SBC എന്ന് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ ഷണ്ടിയിൽ നിന്ന് കണ്ട മുരുടേശ്വർ എക്സ്പ്രസ് ഇപ്പോഴും പുറത്തോട്ടങ്ങ് പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ലൈനുകളാണ് SBC എന്ന് വരുന്നത്, അതായത് KSR ബംഗളൂരു എന്ന് വരുന്ന ലൈനുകൾ ഇതാണ്. നമ്മളിതാ ജസ്റ്റ് ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലോട്ട് ഇപ്പോൾ കയറും. WDP 4D 40450 അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. SBCയിലോട്ട് അല്ലെങ്കിൽ SMBTയിലോട്ട് അല്ലെങ്കിൽ യശ്വന്ത്പൂരിലേക്ക് പോകാൻ സിഗ്നൽ കാത്ത് കിടക്കുന്നതാണ്. ഇതാണ് ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ. ഈ കാണുന്ന വലിയ സ്ട്രക്ചറാണ് ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ. അതിന് തൊട്ടപ്പുറത്തുള്ള ആ സ്ട്രക്ചറാണ് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഒരു വാക്ക് വേ വന്നിട്ടുണ്ട്, ഫുട് ഓവർ ബ്രിഡ്ജ് പോലെ. അതുവഴി കടന്ന് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, മെട്രോ സ്റ്റേഷനിലേക്ക് കയറാം. അപ്പോൾ അങ്ങനെ മൾട്ടി മോഡൽ കണക്ടിവിറ്റി ഇന്ത്യൻ റെയിൽവേയും ബാംഗ്ലൂർ മെട്രോ നമ്മളൊരു കോർപ്പറേഷനിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡ് നമ്മുടെ ഇൻകമിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ കഴിഞ്ഞു. ഇത് മെട്രോൻ്റെ മെയിൻ്റനൻസ് ഡിപ്പോ ആണ്. അപ്പുറത്ത് കാണുന്ന വയഡക്ട് ITPയിലോട്ട് പോകുന്ന ലൈനാണ്. അവിടെ എന്തൊക്കെയോ പാലം പണി നടക്കുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു മറ്റേ പുതിയ ലൈൻ, ബ്ലൂ ലൈനിൻ്റെ ഇതിനുള്ള പിയേഴ്സാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെയൊക്കെ പുതിയ പില്ലേഴ്സ് വന്നിട്ടുണ്ട്. പില്ലേഴ്സ് വന്നിട്ടുണ്ടെന്നല്ല, വരുന്നുണ്ട്. ഈ വലത്തോട്ട് ഈ റാമ്പ് കയറി പോകുന്നതാണ് സേലം ലൈന്. റാമ്പ് കയറി പോകുന്നത് സേലം ലൈനാണ്. അപ്പുറത്തെ പാലത്തിൻ്റെ മുകളിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ബാനസവാടി എന്ന് വരുന്ന ലൈന്. അതായത് ചന്നസാഗർ ഓക്സിലറി ക്യാബിൻ, അതുവഴി പോകുന്നതാണ് നേരത്തെ ഞാൻ ബാനസവാടി എന്ന് കാണിച്ച ലൈന്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൂടെ കുറച്ച് ലൈനുകളുണ്ട്, എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തില്ല. ഈ പ്രദേശത്ത് ഇഷ്ടംപോലെ വാക്വലുണ്ട്. ഇതാണ് കൃഷ്ണരാജപുരം സ്റ്റേഷൻ. ഈ ട്രെയിനിൻ്റെ തിരക്ക് മൊത്തം ഇവിടെ നിന്നാട്ടോ കയറുന്നത്. ഇത് മൊത്തം നമ്മുടെ വണ്ടിയിലോട്ട് കയറാനുള്ള തിരക്കാം. കാര്യം ഇവിടെ വേറെ വണ്ടിയൊന്നും ഈ സമയത്ത് വരാനില്ല.
നമ്മളങ്ങനെ കൃഷ്ണരാജപുരത്ത് നിന്ന് പുറപ്പെട്ടു. ഇനിയും നല്ല തിരക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിന് ഏത് വണ്ടികളാണോ? അങ്ങനെ കൃഷ്ണരാജപുരം വിട്ടു. ആ കാണുന്ന കൃഷ്ണരാജപുരം ഷെഡിലേക്ക് പോകുന്ന ലൈനാണ്. ഇത് ക്വാഡ്രൂപ്ലിങ്ങിൻ്റെ പാർട്ടായിട്ട് വർക്കാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതാണ് കൃഷ്ണരാജപുരം ഡീസൽ ലോക്കോ ഷെഡ്. ഇപ്പോൾ ഡീസൽ ആൻഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്. കുറേ ഡീസൽസ് പൊളിക്കാനിട്ടിട്ടുണ്ട്. അസഹനീയമായ നാറ്റം വരുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ടും ഗുവാഹട്ടി ബാംഗ്ലൂർ എക്സ്പ്രസ് ആയിരിക്കും. ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് അത്. നമ്മുടെ ട്രെയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പേജ് പാറ്റേൺ ആണ്. ഇതിന് കൃഷ്ണരാജപുരം ഉണ്ട്. പിന്നെ അടുത്ത ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് സേലത്തേ ഉള്ളൂ. ബംഗാർപേട്ട വണ്ടിക്ക് സ്റ്റോപ്പില്ല. ബംഗാർപേട്ടിന് കോട്ടനോട് ഒളിമ്പിക്കാൻ വേണ്ടി നിർത്തുമെന്നറിയില്ല. നമുക്ക് എന്നുള്ളത് കണ്ടറിയാം. ഞാൻ ശരിക്കും ഇന്നത്തെ യാത്രയിൽ മറ്റേ ജോലാർപേട്ട ബൈപ്പാസ് ആ സ്ട്രെച്ച് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഇപ്പോൾ തന്നെ 1/2 മണിക്കൂർ ലേറ്റാണ്. പിന്നെ അവിടെ പാസ് ചെയ്യുമ്പോൾ എന്തായാലും 6 മണി കഴിയും. അപ്പോൾ ഇരുട്ടാവും. എന്തായാലും വെളിച്ചമുള്ളതിനനുസരിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ബംഗാർപേട്ട ജംഗ്ഷൻ.
നമ്മളിതിനിടയ്ക്ക് 2-3 മെമൂനെ ക്രോസ് ചെയ്തായിരുന്നു, ഒന്നും പിടിച്ചിട്ടില്ല. അത് ഇറത്തിരിക്കുന്നു, അങ്ങനെ ക്യാമറ ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി അകത്തിരിക്കുന്നു. നമുക്ക് ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഒരു സ്കെഡ്യൂൾഡ് സ്റ്റോപ്പില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിർത്തുമോ എന്നറിയില്ല. പിന്നെ അല്ലെങ്കിൽ ത്രൂ പോകുമായിരിക്കും. കണ്ടിട്ട് സിഗ്നൽ റെഡാണ്. ബാംഗ്ലൂരിലേക്ക് പോകാൻ കിടക്കുന്ന മെമു ഉണ്ട് അപ്പുറത്ത്. CRൻ്റെ റേക്ക് അത്. ന്യൂമാർക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ റേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നുണ്ട് SWR. ഇപ്പുറത്ത് കാണുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം 6 നമ്പർ പ്ലാറ്റ്ഫോം, അത് കോലാർ ലൈനിൻ്റെ പ്ലാറ്റ്ഫോമാണ്. 5-6 എനിക്കൊന്ന് കോലാർ വണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റേഷൻ ബിൽഡിംഗ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബംഗാൾപേട്ടെന്ന് പുറപ്പെട്ടു. അങ്ങനെ ബംഗാരപ്പേട്ട വിട്ടു. ബംഗാരപ്പേട്ട എന്ന് പറഞ്ഞാൽ പണ്ട് കോലാർ ഗോൾഡ് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ബൗറിംഗ് പേട്ട എന്നാണ് ഇതിനെ പഴയ ആംഗ്ലസൈസ്ഡ് നെയിം. സായപ്പന്മാർക്ക് ബംഗാരപ്പേട്ട എന്ന് പറയാൻ നേരത്തോണ്ട് ഒരു ബോറിംഗ് പേട്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇതാണ് മാരിക്കുപ്പം പോകുന്ന ലൈന്. ഈ മാരിക്കുപ്പം എന്ന് പറയുന്ന സ്ഥലം മറ്റേ കോലാർ ഗോൾഡ് ഫീൽഡ്സിനടുത്തുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന ലൈനാണ്. ഈ ലൈനിലൊരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ കാലമായിട്ട് പ്ലാനിങ്ങിലുണ്ട്. അത് എന്നെ നടത്താൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. സ്നാക്സിയാണ് വണ്ടിയിൽ വരുന്നത്. കടി എന്ന് പറഞ്ഞപ്പോൾ വന്നത് പനീർ പക്കോട. ഇതാണ് പനീർ പക്കോട. ഇത് ശരിക്കും പനീർ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് സംഭവം. കുപ്പം സ്റ്റേഷനായിരുന്നു. നമുക്കിവിടെ സ്റ്റോപ്പില്ല. ഇവിടെ ഇപ്പോൾ ഏതോ സ്റ്റോപ്പുള്ള വണ്ടി വരുന്നുണ്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ വെയിറ്റിങ്.
ജോലാർപേട്ട ബൈപ്പാസ് കാര്യമായിട്ട് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. സംഘമിത്ര എക്സ്പ്രസ് ആണ്. ബീഹാറിൽ ദാനാപൂർ എന്ന് വരുന്ന വണ്ടിയാണ്. വളകൊണ്ട് തന്നെ മനസ്സിലാവും. ഇങ്ങനത്തെ വണ്ടികളൊക്കെ തിരിച്ചറിയാൻ ബോർഡ് വേണ്ട, മണം മതി. സഹിക്കില്ല സാറേ, സഹിക്കില്ല. നമ്മൾ മുളനൂരായിന്ന് തോന്നുന്നു. മുളനൂർ ആന്ധ്രാപ്രദേശിലാണ്. കുപ്പം ആന്ധ്രാപ്രദേശിലായിരുന്നു, മുളനൂർ ആന്ധ്രാപ്രദേശിലാണ്. ഇത് കഴിഞ്ഞാൽ ചെറിയൊരു ഘാട്ട് സെക്ഷൻ ഉണ്ട്. ആ ഘാട്ട് സെക്ഷൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. അപ്പോൾ ആ പോയത് ഡൗൺ ലൈനായിരുന്നു. ഡൗൺ ലൈൻ വേറെ അലൈൻമെൻറ്റാണ്. മുളനൂരിനും പാച്ചൂരിനും ഇടയ്ക്ക്, രണ്ട് സ്റ്റേഷനുകളുടെ ഇടയ്ക്ക് വെച്ച് ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ്സിലാണ് ഈ ലൈനുകൾ ഓടുക. ഒരു ഘാട്ട് സെക്ഷനാണ്. നമ്മൾ മലയെ ചുറ്റിപ്പോവും. അതും മലയെ ചുറ്റി തന്നെ. ഈ ഘാട്ട് സെക്ഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെന്നൈ ഡബിൾ ഡക്കറിൽ യാത്ര ചെയ്തപ്പോൾ ഫുൾ ലെങ്ത് അൺകട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആ സൈഡ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തപ്പോൾ ഈ പ്രാവശ്യം ഈ സൈഡ് കാണിച്ചേക്കാം. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഡൗൺ ലൈൻ. പാച്ചൂർ സ്റ്റേഷൻ നമ്മൾ ഡൗൺ ലൈൻ വേണ്ടി തിരിച്ചു വരും. ഇതായിരുന്നു പാച്ചൂർ. അത് കഴിഞ്ഞാൽ വീണ്ടും വേറെ വഴിക്ക് പോയിട്ട് ഈ സ്വയംഭനായക്കമ്പട്ടി എത്തുമ്പോൾ നമ്മൾ വീണ്ടും കാണാം. അതുവരെ വേറെ റൂട്ടാണ്.
സോമനായക്കൻപട്ടിയാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ അവസാനത്തെ സ്റ്റേഷനാണ്. ഇനി അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലാർപേട്ട ബൈപ്പാസ് ജംഗ്ഷൻ എത്തും. അവിടെ നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ ചെന്നൈ മാംഗ്ലൂർ ലൈനിലേക്ക് ജോയിൻ ചെയ്യും. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ട ബൈപ്പാസ് ജംഗ്ഷൻ എത്താറേ നമുക്ക് അവിടുത്തെ ഹോം സിഗ്നൽ റെഡാണ്. നമ്മൾ ഫുള്ള് സ്ലോ അതിപ്പോൾ ജസ്റ്റ് മഞ്ഞയായി. ഹോം സിഗ്നൽ ഇപ്പോൾ ജസ്റ്റ് മഞ്ഞയായി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നുകൊണ്ട് നമ്മൾ നേരെ കടന്നു പോയിരിക്കും. അത്ര ഡാർക്കായി, എന്നാലും ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലിയർ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത് ഇങ്ങനെ വ്യക്തമല്ലാണ്ട് കാണുന്ന ഈ വെള്ള ബോർഡില്ലേ, ഇതാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയും സദേൺ റെയിൽവേയും തമ്മിലുള്ള ഇത് ബൗണ്ടറി. ഇപ്പോഴത്തെ സൈഡിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്കാർ പിന്നെയും SWR-SBC ഡിവിഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് സദേൺ റെയിൽവേക്കാർ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ആണ് ബൗണ്ടറി. ബൈപ്പാസ് ലൈനിലേക്ക് തിരിയാനുള്ള സിഗ്നലായിരുന്നു അത്. നമ്മളിപ്പോൾ ജസ്റ്റ് ജോലാർപേട്ട ബൈപ്പാസ് ലൈനിലേക്ക് കയറി. ഈ നേരെ പോകുന്ന ലൈനാണ് ചെന്നൈയിലേക്ക് പോകുന്നതാണ്. ബാംഗ്ലൂർ ചെന്നൈ ലൈനാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് ജോലാർപേട്ടയിൽ പോയിട്ട് മാംഗ്ലൂർ ചെന്നൈ ലൈനോട്ട് ചേരും. ഇനിയിപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് ലൈൻ വഴി ഒന്ന് കുറച്ച് ദൂരം ഓടി നമ്മൾ നേരെ പോയിട്ട് മറ്റേ ചെന്നൈ മാംഗ്ലൂർ ലൈനോട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യും. ഇതിനൊക്കെ പകൽ സമയം ദൃശ്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പ്രതീക്ഷയിലും രാത്രിയായി ഇവിടെ എത്തുമ്പോൾ. സാറില്ല, നമുക്ക് ഇനിയൊരു അവസരത്തിൽ വീണ്ടും നമുക്കത് കവർ ചെയ്യാം. വെല്ലം പതിയുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനോട് ജോയിൻ ചെയ്യുമ്പോൾ മെയിൻ ലൈൻ നമ്മൾ അഡ്വാൻസ്ഡ് കാണാം. അഡ്വാൻസ്ഡ് ഒക്കെ പച്ചയാണ്. ഇതായിരുന്നു മെയിൻ ലൈന്. ഇതാണ് ചെന്നൈയിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻസ്. ആ കാണുന്നതാണ് ജോലാർപേട്ട ക്യാബിൻ, ബൈപ്പാസ് ക്യാബിൻ. അവരാണ് ഈ ലൈൻ കൺട്രോൾ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ്, നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ചെന്നൈ ഡിവിഷനിലാണ് കേട്ടോ. പക്ഷേ ജസ്റ്റ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സേലം ഡിവിഷനിലേക്ക് കയറും. ഇവിടെ ലോക്കോ ആയത് കുറച്ച് കോച്ചുകൾ ഇപ്പോഴത്തെ ലൈനിലോട്ട് കയറുന്ന കാണാം, ടൗൺ ലൈനിലോട്ട് കയറുന്ന കാണാം. വീഡിയോയിൽ പതിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഞാൻ എന്തായാലും കുറച്ച് ബ്രൈറ്റ്നസ് ഗെയിൻ ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം. കണ്ടോ, നമ്മുടെ സിഗ്നൽസ് എല്ലാം പച്ചയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്തു. നമുക്കിനി സേലത്താണ് സ്റ്റോപ്പ്. ഇപ്പോൾ സമയം 6:30 സേലത്തേക്ക് 7:30 മറ്റൊന്നും എത്തുന്നത്. അവിടെയാണ് നമുക്കിനി സ്റ്റോപ്പുള്ളത്. നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. സേലം കഴിഞ്ഞാൽ പിന്നെ ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂരാണെന്നാണ് എൻ്റെ ഓർമ്മ. തിരുപ്പൂർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഈ സിഗ്നൽ പാസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സേലം ഡിവിഷൻ കയറുന്നതാണ് എൻ്റെ ഒരു അറിവ്. നോട്ട് വെരി ക്ലിയർ. ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ. ഇതാണ് ഇതിൻ്റെ അത്താഴം. ഇത് പാൻട്രിക്കാരെന്ന് മേടിച്ചാണ്. ചപ്പാത്തി വിത്ത് പനീർ കറി എന്നാണ് പറഞ്ഞത്. ചപ്പാത്തി വിത്ത് പനീർ കറി, പനീരും ക്യാപ്സിക്കൊക്കെ ഉള്ളൊരു കറിയാണ്. പിന്നുള്ളത് ഒരു ബിരിയാണി, വെജ് ബിരിയാണി. ഇതാണ് ഇന്നത്തെ അത്താഴം. നല്ല നിലാവുള്ള രാത്രിയാണ്. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. പതിവ് തെറ്റിക്കാതെ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക്. ഏഴാമത്തെ കോച്ചാണ് നമ്മളങ്ങ് ഫ്രണ്ടിൽ പോയിരിക്കും. ബാക്കിലാണെങ്കിൽ ഒരു കാപ്പി മേടിക്കായിരുന്നു. ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ തോന്നും. കാപ്പി കിട്ടിയെന്നെങ്കിൽ പറഞ്ഞേ ഉള്ളൂ. കറക്റ്റായിട്ട് അപ്പോൾ ഒരു വെണ്ടർ വന്നു കാപ്പിയും കൊണ്ട്. കാപ്പി മേടിച്ചു. കാര്യം ഇന്ന് ഈ ട്രെയിനിലുള്ളത് മറ്റേ പ്രീമിക്സ് കാപ്പിയാണ്. മറ്റേ റെഡിമെയ്ഡ് കാപ്പിയില്ല. അവൻ മറ്റേ പൊടി കൊണ്ടുവന്ന് കലക്കുന്ന കാപ്പിയാണ്. അത് ഒരു സ്വാദുള്ള സാധനമുണ്ടോ. മറ്റേ 25 രൂപയ്ക്ക് സാധനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ ഇത് വെറും വേസ്റ്റ് സാധനമാണ്. അപ്പോൾ നമ്മൾ സേലത്ത് നിന്ന് പുറപ്പെട്ടു. റെഡി ടു ലീവ് എന്ന് പറയുന്നില്ല, വണ്ടി വിട്ടു കഴിഞ്ഞു. അപ്പുറത്ത് ഫ്രൈറ്റ് കയറി വരുന്നുണ്ട്. അപ്പം അങ്ങനെ സേലം കഴിഞ്ഞു. ഇനി മിക്കവാറും കാര്യമായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ നല്ല ഉറക്കക്ഷണം പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. രാത്രി കിടക്കാറുള്ള സമയമായി. ബെഡ്റോള് 2 ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട്. തലേനുണ്ട്, ബ്ലാങ്കറ്റുണ്ട്. ബെഡ്ഷീറ്റ് അത്യാവശ്യം വൃത്തിയാണ്. അത്ര ക്രിസ്പ് ഒന്നുമല്ല, പക്ഷെ എന്നാലും വൃത്തിയുള്ള ബെഡ്ഷീറ്റാണ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വിരിച്ചിക്കാൻ കിടക്കാം. ഈ ബർത്ത് ഏറ്റവും വലിയ കുഴപ്പമാണ് സ്ഥലം തീരെ കുറവാണ്. അപ്പം എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്. അപ്പോൾ അങ്ങനെ പൂങ്കുന്ന് എത്തി തൃശ്ശൂർ എത്താനുള്ള സമയമായി.
വണ്ടി ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ലേറ്റാണ്. ഇന്നലെ പുറപ്പെട്ട നമ്മൾ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ലേറ്റായിരുന്നു. ഇടയ്ക്ക് പിന്നെ ലേറ്റ് കൂടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റോളം ലേറ്റായിട്ട് തൃശ്ശൂർ എത്തുകയാണ്. അപ്പം നമ്മളങ്ങനെ തൃശ്ശൂർക്ക് എത്തിയിരിക്കുകയാണ്. സമയം 1:13. അപ്പോൾ ഒരു 20 മിനിറ്റ് തികച്ചില്ല, ഒരു 18 മിനിറ്റോളം ലേറ്റാണ്. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിച്ചിട്ട് യശ്വന്ത്പൂർ കൊച്ചുവേളി AC എക്സ്പ്രസ് അവിടെ നിൽക്കുകയാണ്. കുറച്ച് നേരം എത്തിയിട്ട് കേട്ടോ. ഞാൻ ട്രെയിൻ ഡിപ്പാർച്ചർ എടുക്കാൻ വെച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും നേരമായിട്ട് ട്രെയിൻ ഡിപ്പാർട്ട് ആയില്ല. ട്രെയിൻ അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ നേരം എത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്ന് തിരിച്ച് അങ്ങാടിപ്പുറത്തേക്ക് പോകുന്ന ട്രെയിൻ പിടിക്കണം. രാജധാനി വരും 2:30. ഇപ്പോൾ സമയം ഏകദേശം 1:30 2:30 രാജധാനി വരും. രാജധാനി നമ്മുടെ യാത്ര തുടരും. അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ടിട്ട് നമ്മുടെ AC എക്സ്പ്രസ് പുറപ്പെട്ടു പോയി. ഇപ്പോൾ സമയം 1:35. ഏകദേശം ഒരു 20 മിനിറ്റോളം ട്രെയിൻ അവിടെ കടന്നു. എന്തിനെത്താൻ പിടിച്ചിട്ടെന്നറിയില്ല. എന്തായാലും പുറപ്പെട്ടു പോയി. മീൻവെൽ ഞങ്ങൾ AC വെയിറ്റിംഗ് റൂമിലോട്ട് കയറി. ഇനി കുറച്ച് നേരം ഇവിടെ കാത്തിരുന്നിട്ട് നമ്മൾ ട്രെയിൻ വരാറാകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ പോകാം. ₹30 മണിക്കൂറിന് 2 മണിക്കൂറിൻ്റെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുകയായി. ആൾക്കാരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ AC വിട്ടാരെങ്കിലും റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലിഫ്റ്റിൽ കയറി താഴോട്ടിറങ്ങാം. നമ്മുടെ ട്രെയിൻ 2 വരിക, രാജധാനി എക്സ്പ്രസ്. അതിൻ്റെ അറൈവൽ വീഡിയോയോടുകൂടി ഞാൻ ക്ലോസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെ. ഹായ്, നമ്മുടെ കൊടി അങ്ങ് പാറി പറക്കുന്നത് കണ്ടോ? അത് വേറൊരു അനുഭൂതിയാണത് കാണുന്നത്. മീൻവെൽ ഇവിടെ അമൃത എക്സ്പ്രസ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമൃത എക്സ്പ്രസ്സിൻ്റെ പുറകെയാണ് നമ്മുടെ വണ്ടി വരിക. ഓപ്പോസിറ്റ് ലൈനിൽ അതുപോലെ ജയന്തി ജനതയും വരുന്നുണ്ട്. അപ്പോൾ അമൃത എക്സ്പ്രസ് എത്തി. ഇത് കഴിഞ്ഞ് അടുത്ത വണ്ടിയാണ് രാജറാണി. 10 മിനിറ്റ് പുറകിലാണ് രാജറാണി വരിക. രാജറാണി എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 1639 कोचुवेली से शरनूर होकर निलंबूर रोड तक जाने वाली राजरानी एक्सप्रेस थोड़ी ही देर में तृश्शूर स्टेशन प्लेटफॉर्म नंबर 2 पर आई. Your attention please. Train number 16349 कोचुवेली निलंबूर रोड राजरानी एक्सप्रेस via WAP 1222016 ആയിരുന്നു നമ്മുടെ പവർ. സ്ലീപ്പർ ക്ലാസ്സിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. കാര്യം ജനറൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് സ്ലീപ്പറിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. കുറച്ച് നേരമാണ് കൊച്ചിയിൽ നോക്കാനൊന്നും പോയില്ല. നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു.
അപ്പോൾ അങ്ങനെ നമ്മളെ അങ്ങാടിപ്പുറത്ത് എത്തിച്ചിട്ട് രാജ്യറാണി പുറപ്പെട്ടു പോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഓൺ പ്ലാറ്റ്ഫോം 7. ബൈ.